നമസ്കാരം. പിണറായിയെയും മകളെയും ഇഡി തൊട്ടപ്പോൾ പ്രതിരോധിക്കാൻ നെഞ്ചും വിരിച്ച് ഇറങ്ങിയ സഖാക്കൾ കൂട്ടത്തോടെ അകത്തു പോകേണ്ടി വരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ആ അതിക്രമം ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം തല്ലിപ്പൊളിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു പാവം ഡ്രൈവറുടെ വണ്ടി തകർന്നു, ഉപജീവന മാർഗം ഇല്ലാതെയായി. എന്നാൽ അദ്ദേഹത്തെ കൈവിടാൻ CPM ഒരുക്കമായിരുന്നില്ല. കൈപിടിക്കാൻ ഓടിയെത്തി. ഒരു പാവം തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നതിൽ പാർട്ടിക്ക് കൃത്യമായ ഖേദമുണ്ട്. ആ നഷ്ടം പരിഹരിക്കുന്നതിൽ പാർട്ടിക്ക് ധാർമ്മികതയുണ്ട്. ഡ്രൈവർ ശ്യാമുമായി പാർട്ടി നേതാക്കൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആശങ്കകൾ പൂർണ്ണമായും നീക്കാനുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. AA റഹീമിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒറ്റ നോട്ടത്തിൽ ഇതൊരു മാനുഷിക പരിഗണനയായി ഏവർക്കും തോന്നാം. എന്നാൽ നിയമപരമായി ഇതിന് പിന്നിൽ വലിയൊരു അജണ്ടയാണ് ഒളിഞ്ഞിരിക്കുന്നത്. CPM അനുഭാവിയായ ഒരു സാധാരണ തൊഴിലാളിയുടെ വാഹനം തകർത്തത് പാർട്ടിക്ക് വലിയ ജനവിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കുമെന്ന ഭയവും ഈ അതിവേഗ സഹായ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. പാർട്ടി അണികൾ കാണിച്ച ആവേശം തലസ്ഥാനത്ത് വലിയൊരു നാണക്കേടായി മാറിയ പശ്ചാത്തലത്തിലാണ് ഡാമേജ് കൺട്രോളിനായി MP-യായ റഹീം തന്നെ നേരിട്ട് രംഗത്ത് വന്നത്. എന്നാൽ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കപ്പുറം ഇതൊരു ക്രിമിനൽ കേസിന്റെ പരിധിയിൽ വരുന്നതിനാൽ ഇത്തരം അനുനയ നീക്കങ്ങളെല്ലാം ഇഡിയുടെ ഡയറിയിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാറിന്റെ ഡ്രൈവറെ സ്വാധീനിക്കാൻ രാഷ്ട്രീയ തലത്തിൽ നീക്കം നടക്കുന്നു എന്ന സംശയത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. കേസിൽ നിർണായക സാക്ഷിയായ ഡ്രൈവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന AA റഹീം MP-യുടെ പ്രഖ്യാപനത്തെ ഈയൊരു ആംഗിളിൽ തന്നെയാണ് ഇഡി വീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസിലെ പരാതിക്കാർ. എന്നാൽ ആക്രമണത്തിന്റെ തീവ്രതയും ഗൂഢാലോചനയും തെളിയിക്കാൻ കോടതിയിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അക്രമികൾക്കിടയിൽ അകപ്പെട്ടുപോയ ആ വാടക കാറിന്റെ ഡ്രൈവർ ശ്യാമിന്റെ മൊഴികളാണ്. പ്രതിസ്ഥാനത്ത് ഭരണകക്ഷിയായ CPM-ന്റെ ഉന്നത നേതാക്കളും അണികളും നിൽക്കുമ്പോൾ ഈ കേസിന്റെ വിചാരണാ വേളയിൽ ചാലകശക്തിയാകേണ്ട പ്രധാന സാക്ഷിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന നീക്കങ്ങൾ നിയമവൃത്തങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു. സംഭവത്തിന് തൊട്ടു പിന്നാലെ താനൊരു CPM അനുഭാവിയാണെന്ന് ഡ്രൈവർ ശ്യാം പരസ്യമായി പ്രതികരിച്ചിരുന്നു. പാർട്ടി പ്രവർത്തകർ തന്റെ ഉപജീവന മാർഗം തകർത്തതിലുള്ള വിഷമം, ആശങ്ക ഇതൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചു. ഇതിന് തൊട്ടു പിന്നാലെയാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ AA റഹീം MP ഡ്രൈവറെ നേരിട്ട് വിളിച്ച് സംസാരിച്ചതും കാറിന്റെ കേടുപാടുകൾ തീർക്കാൻ പാർട്ടി വകയായി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതും. കേസിലെ ഒന്നാം സാക്ഷിയായി മാറാനിടയുള്ള വ്യക്തിയുമായി പ്രതിസ്ഥാനത്തുള്ള പാർട്ടിയുടെ ഉന്നത നേതാവ് നേരിട്ട് ചർച്ച നടത്തുന്നതും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നതും സാക്ഷിയെ സ്വാധീനിക്കാനുള്ള പ്രത്യക്ഷ നീക്കമായി ഇഡി ഇനി കോടതിയിൽ ഉന്നയിച്ചേക്കും. കേസ് വിചാരണയിലേക്ക് കടക്കുമ്പോൾ ഡ്രൈവർ മൊഴി മാറ്റിയാൽ പോലും വിചാരണയ്ക്ക് മുൻപ് CPM നേതൃത്വം അദ്ദേഹവുമായി നടത്തിയ ഈ സാമ്പത്തിക ഇടപാടുകളും ചർച്ചകളും പ്രതികൾക്ക് തിരിച്ചടിയാകാൻ തക്കവണ്ണം ശക്തമാണ്. സാക്ഷിയെ ഭയപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ കൂറുമാറ്റാൻ ശ്രമിച്ചോ എന്ന് വാദിക്കാൻ ഈ നഷ്ടപരിഹാര പ്രഖ്യാപനം പ്രോസിക്യൂഷന് വലിയ രീതിയിൽ ആയുധമാകും. മുൻ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വെച്ച് ഇഡിക്ക് നേരെയുണ്ടായ ആക്രമണം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കോടതികളും വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കാൻ പ്രാദേശികമായോ രാഷ്ട്രീയമായോ ഉള്ള യാതൊരു നീക്കവും അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് അന്വേഷണ സംഘം ഉള്ളത്. പ്രതിഷേധത്തിനിടയിൽ വാഹനം പെട്ടുപോയതാണെന്ന രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഡ്രൈവർക്ക് നഷ്ടപരിഹാരം നൽകിയ അദ്ദേഹത്തിന്റെ പരാതികളും ആശങ്കകളും തീർക്കുന്നതിലൂടെ കേസിലെ കടുപ്പം കുറയ്ക്കാനാകുമെന്നാണ് AA റഹീം ഉൾപ്പെടെയുള്ള നേതാക്കൾ കണക്കുകൂട്ടുന്നത്. എന്നാൽ കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ വ്യക്തികൾ തമ്മിലുള്ള ഒത്തുതീർപ്പുകൾക്കോ നഷ്ടപരിഹാരത്തിനോ യാതൊരു നിയമസാധുതയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരള രാഷ്ട്രീയത്തിൽ മുൻപെങ്ങും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു നിയമ പ്രതിസന്ധിയാണ് ഈ കേസ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഇഡി അന്വേഷണവും അതിനെ തുടർന്നുണ്ടായ തെരുവ് യുദ്ധവും ഒടുവിൽ പ്രധാന സാക്ഷിയെ സ്വാധീനിക്കാൻ നേതാക്കൾ തന്നെ നേരിട്ടിറങ്ങുന്നു എന്ന ആക്ഷേപത്തിലും എത്തി നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ഇഡിയുടെ വാദത്തിന് റഹീമിന്റെ പ്രസ്താവനകളും തെളിവായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.
ചുരുക്കത്തിൽ തകർന്ന കാറിന് CPM നൽകുമെന്ന് പറഞ്ഞ നഷ്ടപരിഹാരം കേസിൽ പ്രതികളായ നേതാക്കൾക്ക് വലിയൊരു നിയമക്കുരുക്കായി മാറാനാണ് സാധ്യത. വിചാരണ വേളയിൽ എത്രയൊക്കെ മൊഴി മാറ്റാൻ ശ്രമിച്ചാലും അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഡ്രൈവറുമായി പാർട്ടി നേതൃത്വം നടത്തിയ ചർച്ചകൾ ED കൃത്യമായി കോടതിക്ക് മുന്നിലെത്തിക്കും. തെരുവിൽ കാണിച്ച ആവേശം ഒടുവിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കളെ പോലും സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന കടുത്ത കുറ്റത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്.